മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ പറയുന്നൊരു ഭാഗമാകുന്നു ഭാരതവർഷത്തെക്കുറിച്ച്. ഭാരതവർഷം എന്നാൽ ഇന്ദ്രനും വൈവസ്വത മനുവിനും ഇഷ്ടപ്പെട്ട രാജ്യമാകുന്നു. പൃഥ്വിനും മാന്യനായ ഇക്ഷാഹുവിനും യയാതി രാജാവിനും അംബരീഷനും മാധാതാവിനും നഹുഷനും മുജുകുന്ദനും ഔഷീനരനായ ശിബിക്കും സോമകനും ദിലീപനും മറ്റ് ബലവാന്മാരായ ക്ഷത്രിയന്മാർക്കും മറ്റും പല മാന്യന്മാർക്കും ഈ ഭാരതം എന്നാൽ പ്രിയപ്പെട്ടത് ആകുന്നു. മഹേന്ദ്രം, മലയം, സഹ്യം, ശുക്തിമാൻ, ഋഷഭാൻ, വിന്ധ്യം, പാരിയാത്രം ഈ പറഞ്ഞ 7 മഹാഭാരതത്തിലെ കുലപർവ്വതങ്ങൾ ആകുന്നു. ഇവയ്ക്ക് ചുറ്റും അസംഖ്യം കുന്നുകൾ ഉണ്ടാകുന്നു. സാനുക്കൾ അവയ്ക്ക് ചുറ്റും ഉണ്ടാകുന്നു, അതായത് കടലുകൾ ഉണ്ടാകുന്നു. അവയിൽ ആര്യന്മാരായ മ്ലേച്ഛന്മാർ വസിക്കുന്നു. പോരാതെ വളരെയധികം നദികളുണ്ട് ഇവിടെ. വിപുലമായ ഗംഗ, സിന്ധു, സരസ്വതി, ഗോദാവരി, നർമ്മദ, ബാഹുദ, ശതദ്രു, ചന്ദ്രഭാഗ, യമുന, ദൃഷദ്വതി, വിപാശ, വിപാല, വിഭാപ, സ്ഥൂലവാകുക, വേദ്രവതി, കൃഷ്ണവേണി, ഇരാവതി, വിദസ്ത, പയോഷിണി, ദേവിക, വേദസ്മൃത, വേദവതി, കൃഷ്ണ, മകന്ത, മന്ദവാഹിനി, ശ്രീബ്രാഹ്മണി, മഹാഗൗരി, ദുർഗ, ചിത്രലോപ, ചിത്രരഥ, മഞ്ജുള, അങ്കന, രുക്മവതി, പുഷ്പവേണി, വൃഷക, കുമാരി, സരസ്വതി, മന്ദാകിനി, സർവഗംഗ എന്നിങ്ങനെ തുടങ്ങുന്ന 100,000 നദികൾ, അതായത് നദികളും അവയുടെ കൈവഴികളും ഉണ്ടാകുന്നു. അവയെല്ലാം പല പേരിലും അറിയപ്പെടുന്നു. ഇവയുടെയെല്ലാം തീരത്തായി ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളെ പറയാം. അതായത് നാട്ടുരാജ്യങ്ങൾ: കുരു, പാഞ്ചാലം, ശാല്വം, മാദ്രേയം, ജാങ്കലം, ശൂരസേനം, കലിംഗം, ബോധം, മാളവം, മത്സ്യം, കുശല്യം, കൗസല്യം, കുന്തി, കാന്തി, കോസലം, ചേതി, കുരുഷം, ഭോജം, സിന്ധു, പുളിന്തകം, ദശാവർണം, മേഖുലം, ഉൽക്കലം, പാഞ്ചാലം, കൗശീജം, നൈകപൃഷ്ടം, ദുരവന്ധ്യം, ഗോധ, ഭുജംഗം, പരകാശി, ജഡരം, കുകുരം, അവന്തി, ഗോമന്തം, മന്ദകം, ഷണ്ഡം, വിദർഭം, രൂപവാഹികം, അശ്മകം, പാണ്ഡുരാഷ്ട്രം, ഗോപരാഷ്ട്രം, കരീതി, അതിരാജ്യം, വല്ലം, വാരഭാവ്യം, അപവാഹം, ചക്രം, കാന്തി, ശകം, വിദേഹം, സ്വക്ഷം, മലജം, വിജയം, അംഗം, വംഗം, കലിംഗം, യഗ്രിലോമം, പ്രഹ്ലാദം, മാഹികം, ശശികം, ബാൽഹികം, വടനാഥം, ആഭീരം, കാലതോയകം, അപരാന്തം, പരാന്തം, കിരാതം, യമുനം, പുളികം, പുളിന്തം, അരിവിന്ദം, ചീനം എന്നീ രാജ്യങ്ങളും പോരാതെ കാംബോജം, അതിൽ മ്ലേച്ഛ ജാതികൾ ദാരുവർഗങ്ങളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയുമുണ്ട് ഏറെ. 500-ലധികം ജനപദങ്ങൾ ഉള്ള നാടാകുന്നു ഈ ഭാരതവർഷം. ഗുണത്തിനും ശക്തിക്കുമൊത്ത വിധത്തിൽ സംരക്ഷിച്ചാൽ ഈ ഭൂമികളെല്ലാം കാമധേനുവിനെ പോലെ നമുക്ക് ചുറ്റും വേണ്ടത് ചുരത്തും. മഹാശൂരന്മാരും ധർമ്മഗോവിന്ദന്മാരും ധീരന്മാരുമായ രാജാക്കന്മാർ ഈ രാജ്യങ്ങളെ കുത്തിവർദ്ധിപ്പിച്ച് പടവെട്ടി ജീവൻ കളയുന്നു. ഇന്ന് ഈ സമകാലത്ത് ഈ രാഷ്ട്രമെല്ലാം വെട്ടി മുറിക്കപ്പെട്ടിരിക്കുന്നു. പലരുടെയും അവകാശത്തിന്റെ കീഴിലായിരിക്കുന്നു ഇവയെല്ലാം.